അപ്പൊ ഞാനിത് ഇങ്ങനെ വന്നിട്ട് കല്യാണം ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയ സമയത്ത് കല്യാണിയുടെ മുഖത്താണ് ഫ്രെയിം വെച്ചിരിക്കുന്നത്. കല്യാണി എന്താ പറഞ്ഞു ചെവി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ കൂടി അവര് നമ്മളെ എന്താ ക്ലിയർ ചെയ്ത് തരും. അവര് ചെയ്ത് തരും. കാരണം അവര് പടമാണല്ലോ, അവരുടെ പടമാണല്ലോ അവര് ചെയ്യുന്നത്. നീ എന്തിനാ അതിനെ കുറിച്ചൊക്കെ പറയിടാവുന്നത്? സഭ തന്നെ സഭയോട് പറയാല്ലോ. സുഹൃത്താണെങ്കിൽ കൂടി മാത്യു ഒക്കെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നു. പ്രായം കൊണ്ട് അങ്ങനെയല്ല വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. എനിക്കത് കംഫർട്ടബിൾ അല്ല. കന്നഡ എന്താ പഠിച്ചത്, എന്താ പറയാനുള്ളത്? ഞാൻ കുറച്ച് ചോദ്യം ചോദിച്ചാ കന്നഡയിൽ പറയാവോ? എനിക്ക് കന്നഡ ഒരു വസ്തു അറിയില്ല. ട്യൂഷനായിരുന്നോ സിനിമയ്ക്ക്, ഈ സിനിമയ്ക്ക് വേണ്ടിട്ട്? ഇല്ല, കന്നഡ ആകെ എനിക്ക് അറിയാവുന്ന എസ്രുവേനും ഊട്ടായിത്ത. ഊട്ടായിത്ത ഫുഡ് കഴിച്ചോ? എസ്രുവേനും പേരെന്താ. ഇത് ഞങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്ലേ കർണാടകയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്കൂളോ കോളേജ് അവിടെയായിരുന്നു. അപ്പോൾ അവിടെയുള്ളവരോട് സംസാരിച്ച് അന്ന് കുറേ വേർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുള്ളത് ഈ 2 വേർഡ്. ഡയലോഗ് എന്തെങ്കിലും ഓർത്ത് വെക്കുന്നുണ്ടോ കന്നഡയിൽ പറഞ്ഞത്? കന്നഡയിലാ ഈ നമ്മുടെ ലോക്കയില് പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വേർഡുകളുണ്ട്. ഹോഗു അങ്ങനെ എന്താന്ന് തോന്നുന്നു. അങ്ങനത്തെ സാധാരണ ഈ ആമ്പിള്ളേരൊക്കെ മറ്റേ എന്തെങ്കിലും ഒരു ഭാഷ ഇട്ട് ഏറ്റവും ആദ്യം നോക്കുന്ന സാധനം നോക്കിയില്ലേ? ഐ ലവ് യു. ജനറലൈസ് ചെയ്തല്ല കേട്ടോ, ചുമ്മാ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ കർണാടക ഊട്ടായിത്ത മറ്റേ എസ്രുവേനു പഠിക്കുന്ന സമയത്ത് ഈ സാധനം പഠിച്ചായിരുന്നു. ഞാനത് സംഭവം നടന്നിട്ടുണ്ടാവും അറിയാം. അവിടെ ചെയ്തായിരുന്നു. ആ നീനു കണ്ണുകൾ ബഹള സുന്ദരമായി. അതെ. പോട്ടെ. കല്യാണി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നല്ലോണം വാങ്ങിക്കൂട്ടിയായിരുന്നല്ലോ ആവശ്യത്തിലേറെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളൊരു ട്രയലൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കല്യാണിനെ ഫസ്റ്റ് കാണുന്നത് ഓർക്കുന്നത് ഈ സിനിമയിലല്ലേ ആദ്യമായിട്ട് കാണുന്നത്? നേരിട്ട് കാണും. കോസ്റ്റ്യൂം ട്രയൽ പരിപാടിക്കാണ്, അല്ല പൂജ സമയത്ത് കല്യാണി പൂജ കഴിഞ്ഞ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഡൊമിനിക്ക് വാ നമുക്ക് കല്യാണിനെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് കാണുന്ന സമയത്ത് പുള്ളി നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ കണ്ടിട്ടില്ല. പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഒരു ഫേസിൽ എന്തോ കണ്ട പോലെയുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് എന്തുണ്ടായിരുന്നു, പുള്ളി ആൾ ഇടിക്കുകയാണെന്ന് ഓഡിയൻസിന് വിശ്വാസം ആവണമല്ലോ, ഇയാളെക്കാളും നല്ലൊരു ഇതൊക്കെ ആണെന്നുള്ളൊരു. അപ്പം എന്നെ കണ്ടപ്പം അവർക്ക് ഒരു ഇതായിരുന്നു, അങ്ങനെയായിരുന്നു പുള്ളിക്കാരിയെ കാണുന്നത്. പിന്നെ ലൊക്കേഷനിൽ ഞങ്ങൾ അങ്ങനെ അധികം സംസാരിക്കൽ പരിപാടികൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചില ഷോട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ കൂടുതലും എന്താണ് ഈ ഡയലോഗ് എനിക്ക് അറിയാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഉള്ളിൽ ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ എൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടാണ് അവർ സീൻ പേപ്പർ തരുന്നത്. സീൻ പേപ്പർ തരുന്ന സമയത്ത് ആ പ്രപ്പോസൽ സീനാ. ഇതാകുമ്പം മലയാളം തന്നെയാണ്, മലയാളത്തിൽ പക്ഷെ കന്നഡ ഇങ്ങനെ വന്നിട്ട് അതിന്റെ ഒരു മലയാളത്തിൽ വേറൊരു ചായവാണല്ലോ, വേറൊരു ടോണിൽ സംസാരിക്കണം. ഇഷ്ടമായിട്ടല്ലേ ബന്ധതു അങ്ങനത്തെ ദു കല്യാണം ആക്കണ്ട നിന്നെ അങ്ങനത്തെ ഒരു ഇതല്ലേ. വേറെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അർത്ഥം മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ വേറെ സ്പോട്ടിൽ ഒരു പരിപാടി ഈ ലൈൻസ് തെറ്റിയാലും കുഴപ്പമില്ല. ഇത് പക്ഷെ ലൈൻസ് വേർഡ്സുകൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഇത് പോവും. അപ്പൊ ഇത് പഠിക്കാൻ കിട്ടുന്ന മൊമെന്റ് പഠിക്കാനുള്ള ടെൻഷനിലായിരുന്നു. പക്ഷെ
എൻ്റെ ഭാഗ്യത്തിന് അന്ന് മഴ പെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ്. ആ. പക്ഷെ ഞാൻ വേറൊരു First day വന്നപ്പം മഴ പെയ്തു അല്ലേ? മഴ പെയ്തു ആ. ഫസ്റ്റ്. എന്നിട്ട് ഈ സീൻ മാറി. എന്നിട്ട് ഈ സീൻ പേപ്പർ എൻ്റെ കയ്യിൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് കംഫർട്ടബിൾ ആക്കി, ഈ പരിപാടി കംഫർട്ടബിൾ ആക്കി. വേറൊരു ദിവസം വന്ന സമയത്ത് അത് അവിടെ ചെയ്യുക എന്നുള്ളതായിരുന്നു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് സീൻ എടുക്കുന്ന സമയത്ത് സംസാരിച്ച്, ഞാൻ മറ്റേ കഴുത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെ ശരി മനസ്സിലാകലല്ലേ? ഇപ്പൊ മനസ്സിലാകും. നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാകലല്ലേ? ഇപ്പൊ മനസ്സിലാകും. എൻ്റെ അണ്ണ ഇപ്പൊ മറ്റേ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ അവിടെ വേറെ എന്തോ ഒരു ഡയലോഗായിരുന്നു. പിന്നെ അത് ഡബിന് വന്ന് മാറ്റിയതാ. മനസ്സിലാകുന്നു, നിന്റെ മുഖമുണ്ടല്ലോ, അങ്ങനെ അതല്ല, വേറൊരു ഡയലോഗ്. ഇപ്പൊ ഞാനിത് ഇങ്ങനെ വന്നിട്ട് കല്യാണിയുടെ ചെവിയിൽ ഇങ്ങനെ പറയുക, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയ സമയത്ത് കല്യാണിയുടെ മുഖത്താണ് ഫ്രെയിം വെച്ചിരിക്കുന്നത്. കല്യാണി ഇത് എന്താ പറഞ്ഞ ചെവി. അപ്പൊ എനിക്ക് അന്ന് ആ സമയത്ത് കിട്ടിയിട്ടുള്ള പേപ്പറാ. ഞാൻ ഇതുമല്ല പറയുന്നത്, ഇതാണ് പറയേണ്ടിയിരുന്നത്. എനിക്ക് ആ സമയത്ത് ഞാൻ ഡൊമിനി എനിക്കിത് ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പൊ എഴുതിയതേ ഉള്ളൂ. ആ സീനിൽ എന്താ ഡയലോഗ് ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പൊ അവിടെ ഡയലോഗ് ഉണ്ടെങ്കിലേ എന്താണ് കുറച്ചുകൂടെ ആവുള്ളൂ തോന്നിയത് കൊണ്ട് പുള്ളി അപ്പോൾ തന്നെ എഴുതിയിട്ടും കാര്യമില്ലല്ലോ. അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് അവിടെ ഇല്ല. ഇവര് കോണ്ടാക്ട് വഴി ബേസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയാ, എന്താ കന്നഡ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്, മലയാളിയാ. ടോബി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചെയ്തിട്ടുള്ള ബേസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. ചില സമയത്ത് ഇയാള് ഓൺലൈനിൽ കിട്ടൂല, വിളിച്ചിട്ട് കിട്ടൂല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് ആണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ലേറ്റായിട്ട് കിട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനിത് പഠിക്കുക. അപ്പോൾ ഞാൻ ഡൊമിനിയോട് പറഞ്ഞു, ഡൊമിനി പ്ലീസ് ഇത് ഇപ്പം എടുക്കല്ലേ, ബാക്കിയെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ ഡയലോഗ് പറയുന്ന എൻ്റെ ഇത് ലാസ്റ്റ് എടുത്താൽ മതി പ്ലീസ്. ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്രേക്കായി, ഡിന്നർ ബ്രേക്കായി. എല്ലാവരും ബ്രേക്കിന് പോയ സമയത്ത് ഞാൻ അതായിരിക്കും പഠിച്ച് ഇങ്ങനെ പഠിച്ച് പിന്നെ കംഫർട്ടബിളായിട്ട് പിന്നെയാണ് എൻ്റെ മുഖത്ത് ക്യാമറ വരുന്നത് ലാസ്റ്റ്. അതുവരെ ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കല്യാണി എന്താ പറഞ്ഞ എനിക്കും അറിയില്ല, ആരും ഞാൻ അതിന്റെ ഡയലോഗിന്റെ മീറ്ററിൽ എന്നൊക്കെ തലയൊക്കെ ആട്ടി മറ്റേ ആ താളത്തിൽ അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ പറയായിരുന്നു. അത് മെല്ലനെ പറയായിരുന്നോ ചെവിയില്? ചെവിയിൽ അവർക്ക് അതിന്റെ ഒരു ഇത് കിട്ടണ്ടേ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് വേറെ അങ്ങനെയൊക്കെ വരാനും പാടില്ലല്ലോ. കണ്ടോ ലോക കണ്ടോ? പിന്നെ 3 തവണ കണ്ടോ? ഓക്കെ. സ്ക്രീനിൽ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്തുവായിരുന്നു? നമ്മളത് ഡബിനൊക്കെ കാണുമല്ലോ. ഓക്കെ. അല്ല ഞാൻ തിയേറ്ററിൽ ചോദിക്കുക. തിയേറ്റർ ആ മൊമെന്റിലാണ് വരുന്നതെന്ന് അറിയില്ല. ഞാൻ ഫ്ലവറും പിടിച്ചോണ്ട് ഒരു പാട്ടിന്റെ അവിടെ വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് ഡബിങ് ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് എൻ്റെ ഇൻട്രോ പരിപാടി. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ചെറിയൊരു സെഗ്മെന്റ്, ഈസി ആയിട്ടുള്ളൊരു, അതായത് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, മലയാളികളിലേക്ക് മനസ്സിലെ ഇടം പിടിച്ച ഒരു ഡയലോഗ് തന്നെ. അത് വെച്ചിട്ട് ഏറ്റവും 100% സേഫ് സോൺ അതാണ് ചോദിക്കുന്നത് കേട്ടോ. സിമ്പിൾ. ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇതുവരെ 100% സേഫ് ആയിട്ട് ചെയ്തു വെച്ചെന്നുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു ക്യാരക്ടർ. അയ്യോ, ഏത് ക്യാരക്ടറും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. കാര്യം ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് എല്ലാവരും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് എല്ലാ ആക്ട്രസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് എന്തിനാ മാറ്റി പറയുന്നത്? അല്ല, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് വീട്ടിലെത്തിയിട്ടായിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വേറെയും സാധ്യതകളെ കുറിച്ച് നമ്മൾ അപ്പോഴൊക്കെ ആയിരിക്കും ലേറ്റായിട്ടായിരിക്കും നമ്മുടെ തലയിൽ ഓടുക. ആ മൊമെന്റില് തോന്നുന്ന പരിപാടികളാണ് നമ്മൾ ആ സമയത്ത് മൊമെന്റിൽ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആദ്യം
കുറെ ആലോചിച്ച് വെക്കും ഏത് വർക്ക് ഈ എങ്ങനെയാന്നുള്ളത്. ഹോംവർക്ക് ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടോ? ഹോം വർക്ക് ആയിട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആലോചനകളാണ് മെയിനായിട്ട്. ഒരു ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് അതിനെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും നടക്കുന്നത്. പിന്നെ ഇതിന്റെ ഇയാളുടെ പാസ്റ്റ് അതൊക്കെ നമ്മൾ നമ്മുടെ ടീംസൊക്കെ ആയിട്ട് ചോദിക്കും. ചോദിച്ച് അവർക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഈ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോ തന്നെ കൊറേ സംശയമൊക്കെ ചോദിച്ച് അതിനെപ്പറ്റി കൊറേ റിസർച്ച് ഒക്കെ ചെയ്ത് അങ്ങനെയാണോ ചെയ്യുന്നത്? അതോ സെറ്റിൽ വരുമ്പോ ഡയറക്ടർ കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയാൻ ശ്രമിക്കാറുണ്ട്. ഇയാളുടെ ഒരു മുൻപിലത്തെ പരിപാടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും, എങ്ങനെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് അയാള് ജീവിച്ചു വളർന്ന സിറ്റുവേഷൻ എന്താ, പശ്ചാത്തലം എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നറിയാൻ ചോദിച്ചെല്ലാം സെറ്റാക്കി മനസ്സിലൊന്ന് ക്യാരക്ടറിനെ ആവാഹിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ അല്ലാത്ത ചെയ്തിട്ടുള്ള പടങ്ങളും ഉണ്ട്. അപ്പം എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് ലോകയിൽ ഇങ്ങനെയായിരുന്നോ? ലോകയിൽ അതെ, ഫസ്റ്റ് ഡേ നമ്മളെ കഥ പറയാൻ വേണ്ടിട്ട് ഈ ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടർ എങ്ങനെയാണ് ഇവിടെ ഈ സിനിമയിൽ എങ്ങനെയാണ് ഇയാൾ വരുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെറുതായിട്ട് ഇയാൾ ഇങ്ങനെയുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, മറ്റേതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോയിട്ട് ഇതിനെക്കുറിച്ച് ഇയാളുടെ ഈ പരിപാടി എന്താ, മറ്റേതെന്താ, കുറച്ച് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ ചിരിക്കാനുള്ള കാര്യം ഞാൻ ഡൊമിനോട് ചോദിച്ചു ഈ ക്യാരക്ടറിന്റെ വയസ്സ് എത്രയാ. അപ്പൊ ആൾക്കത് അതല്ല, അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഇപ്പൊ ഞാനല്ലേ അത് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഇയാളുടെ വയസ്സ് അങ്ങനത്തെ ആയിരിക്കും. അപ്പൊ ആൾ എൻ്റെ അടുത്ത് നിനക്ക് എത്ര വയസ്സായി? 36. ഈ ക്യാരക്ടറിന് 28 വയസ്സേ ഉള്ളൂ. അത് പറ 36 കുറച്ച് റിസ്ക് എനിക്ക് പാടാതൊക്കെ ശരിക്കും. പൊന്നെ. ഓക്കെ, 100% എൻ്റെ സേഫ് ആയിട്ടുള്ള എൻ്റെ ഫുഡ്, ഫേവറേറ്റ് ഫുഡ് അല്ലെങ്കിൽ 100% എൻ്റെ സേഫ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും ചോറ്. ഓക്കെ, 100% സേഫ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ലൈഫിൽ, 100% സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു അമ്മ. പെട്ടെന്നായിരുന്നു ഉത്തരം. ഇങ്ങനെ പെട്ടെന്ന് പറയരുത് കേട്ടോ, ഇച്ചിരി എലാബറേറ്റ് ചെയ്ത് പറയണോ? ഓക്കെ, 100% സേഫ് ആയിട്ടുള്ള എൻ്റെ ഒരു മനസ്സിലെ ഒരു ഇടം അല്ലെങ്കിൽ ഒരു പ്ലേസ് എന്നുവെച്ചാൽ 100% സേഫ് എന്ന് തോന്നുന്ന ഒരു, അല്ലെങ്കിൽ ഏറ്റവും എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഓടിച്ചെല്ലാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുവാണെങ്കിൽ കാക്കനാടുള്ള വീട്. കാക്കനാട് വീട്. ഇപ്പൊ പാലക്കാട് പറഞ്ഞാലോ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. സേഫ് ആയിട്ട് ഞാൻ വീട്ടില് പാലക്കാട് വീട്ടിലധികം അങ്ങനെ കുറച്ച് വർഷങ്ങളായി റെഗുലർ ആയിട്ട് നിന്നിട്ട്. അവിടെ വേറെ ആക്ടിവിറ്റികളൊന്നും ഇല്ല. അപ്പം ഫ്രണ്ട്സ് ഒക്കെ വരുന്നത് ഈവനിങ് പരിപാടിയൊക്കെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതലും പോസ്റ്റ്, ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് പോസ്റ്റ് എന്നുണ്ടെങ്കിലും വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആ ഒരു അന്തരീക്ഷമുണ്ട്. പാലക്കാട് ശരിക്കും ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുക. ശരിക്കും എന്താ പറയാ, ഒരു ഗ്രാമീണ അന്തരീക്ഷം അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ. ശരിക്കും ഈ അവിടുത്തെ ആൾക്കാരുടെ ഒരു നോർമൽ ഡേ എങ്ങനെയാ എന്നുവെച്ചാ, അതായത് ഞാൻ ഈ റീൽസിലൊക്കെ കാണാറുണ്ട്, രാവിലെ കോഴി കൂവുന്നു, എണീക്കുന്നു, മറ്റേ പാടം, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ലൈഫാണല്ലോ കൂടുതല്. അപ്പം ശരിക്കും അവിടുത്തെ ആൾക്കാരെ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി. കോഴിയുള്ളവരുടെ വീട്ടിലെ കോഴി കൂവും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ശരിക്കും ഇപ്പം എന്താ അങ്ങനെ ഉദാഹരണം പറയാറില്ല, എന്നാലും അവിടുത്തെ ആൾക്കാരുടെ ഒരു നോർമൽ ഡേ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി. ഇങ്ങനെയൊക്കെ തന്നെ എങ്ങനെ കോഴി കൂവും, മറ്റേതെടുക്കും, അതൊക്കെ റീൽ ചെയ്ത് ഇടും. അടുത്തത് എനിക്ക് 100% സേഫ് ആക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വെച്ചാല് ഇനി ചെയ്യാനുള്ളതിനകത്തില്, ഇതൊരു ചെയ്തതിലല്ല, എനിക്കിത് കോൺഫിഡൻ്റ് ആണ്, ഞാൻ സേഫ് ആക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളൊരു ക്യാരക്ടർ, ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം
സേഫ് ആക്കും എന്ന് പറയാനാണ് ഇഷ്ടം. അല്ല, അങ്ങനെ പറയാനാണ് ഇഷ്ടം. നടക്കുന്നത് ഏതോ അറിയില്ല, അല്ല ഏതൊക്കെ സേഫ് ആകും എന്നുള്ള കാര്യത്തിലും അറിയില്ല. ചെയ്യുന്നതെല്ലാം സേഫ് ആക്കാൻ പറ്റും എന്ന് പറയാനാണ് ആഗ്രഹം. ഓക്കെ, ശരി. അപ്പം എന്താ പറയാ, ഈ സേഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സജേട്ടാ ഞാൻ വീണ്ടും പറയാണ് ഇവിടെ സേഫ് അല്ല, ആ സിനിമയിൽ ആ ഡയലോഗ് എത്ര പ്രാവശ്യം പറഞ്ഞു കാണുമായിരിക്കും? ഔട്ട് വന്ന് 3-4 തവണ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളോ? അതിൽ കൂടുതൽ ആവണില്ലേ ആ സിനിമയില് മൊത്തത്തിൽ? ഒന്ന് ഞങ്ങളുടെ ഇൻട്രോ സജേട്ടൻ്റെ അടുത്ത് പറയുന്നു. അത് കഴിഞ്ഞ് എന്താ മരണ വീട്ടിൽ പോയി പരിപാടി കഴിഞ്ഞ് ഞാൻ മേളിൽ നിൽക്കുന്ന ആളോട് വിളിച്ചു പറയുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ സേഫല്ല എന്ന്. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് അയാള് എൻ്റെ അപ്പൻ്റെ പേരും മറ്റേതൊക്കെ ചോദിച്ചിട്ട് മറ്റേ ആള് തല വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പോകുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു ഇവിടെ സേഫല്ലാന്ന്. അത് 3 തവണ അല്ലേ എൻ്റെ ഓർമ്മയില്. ഇനിയിപ്പോ ഞാൻ ഇടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എന്തായാലും മാക്സിമം ഒരു 4 തവണ. അല്ല, ഞാൻ അതിന്റെ ഒരു കണക്ക് കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ. അപ്പം എന്താ പറയാ, ഇപ്പൊ ലോകയുടെ ആണെങ്കിലും നസ്ലിനാണേലും ചന്തു ആണെങ്കിലും അങ്ങനെ ഒരു വൈബ് ടീമും കൂടി അതിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പടം കണ്ടാൽ അറിയാമായിരിക്കും. ഞാനും അവരും കൂടിയുള്ള സീനുകൾ ഇല്ല. ഞാൻ ചോദിക്കുന്നത് എന്താ പറയാ, ഇപ്പം ആഫ്റ്റർ പ്രൊമോഷൻസോ ആഫ്റ്റർ റിലീസ് നിങ്ങൾ എല്ലാരും മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടൊക്കെ കണ്ടുകിട്ടിയതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റിൽ വരുമ്പോ ഒക്കെ കണ്ടതോ അങ്ങനെയൊക്കെയുള്ള അവരായിട്ടൊരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? സെറ്റിൽ വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എന്റെ കഴിയാറാകുമ്പോഴായിരിക്കും അവര് വരിക, അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ വന്നിട്ട് കണ്ടു മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വരും. കണ്ടു അവർ മോണിറ്ററിന്റെ അവിടെ ആയിരിക്കും. നമ്മൾ ഈ പരിപാടി ചെയ്ത് കഴിയും. പിന്നെ ഒരു തവണ എങ്ങാണ്ട് ഇവര് 3 പേരും കൂടിയുള്ള ഒരു കരാവനിൽ ഞാനും പോയായിരുന്നു. കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. അപ്പൊ അങ്ങനെ അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൊമോഷന് വന്ന് ചന്തുവായിട്ട് ഭയങ്കര ക്ലോസ് ആയി. അല്ല, തങ്ക് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനും കൂടിയാണെന്ന്. നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക നമ്മുടെ കൂടെ. ഇപ്പം വേറെ സ്പേസ് എവിടെ നീ എവിടെ ഇങ്ങോട്ട് പോവാ മറ്റേ അങ്ങനെ ഒപ്പത്തിൽ കൂട്ടി അങ്ങനെ പരിപാടി ചന്തു ചളി പറഞ്ഞു നിക്കാൻ വേണ്ടിട്ട് കോമ്പറ്റീഷൻ ആയോ? എവിടെ? ലൈക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? ശ്രമിക്കാറുണ്ട്. കോമ്പറ്റീഷന് അവന്റെ കൂടെ ചളിന്നല്ല, കോമഡിക്ക് അങ്ങനെ പിടിച്ചാ കിട്ടില്ല. സ്പോട്ടില് തഗിന്റെ ആളല്ലേ സ്പോട്ട്. ഓക്കെ. അപ്പൊ കണ്ണൂർ സ്ക്വാഡിനകത്താണേലും ഇപ്പം പറഞ്ഞ പോലെ മമ്മൂക്കയായിട്ടുള്ള ഒരു എന്താ പറയാ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മൊമെന്റും കൂടി വരുന്നുണ്ട്. സോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കൂടെ ഉള്ള ഒരു കാര്യം. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എന്താ പേടി ഉണ്ടായിരുന്നു. പക്ഷെ പേടി ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ സെറ്റിൽ പോകുന്ന സമയത്ത് എനിക്ക് ഓക്കെ എല്ലാവരും പറയുന്നു മമ്മൂക്കയെ കാണുമ്പോഴത്തേക്ക് പേടിക്കും, മറ്റേ സഭ നീ പേടിക്കരുത്, നീ പോകുന്നു. അവർ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ്, അവർ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ കൂടി അവര് നമ്മളെ ക്ലിയർ ചെയ്ത് തരും. അവര് ചെയ്ത് തരും. കാരണം അവരുടെ പടമാണല്ലോ, അവരുടെ പടമുണ്ടോ അവര് ചെയ്യുന്ന. നീ എന്തിനാ അതിനെ കുറിച്ചൊക്കെ പറയിടാവുന്നത്? സഭ തന്നെ സഭയോട് പറയല്ലേ. 3 ദിവസം മുൻപ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇതുണ്ടായിരുന്നു. ബാക്കിയുള്ള പരിപാടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ക്യാരക്ടറിനെ എങ്ങനെ ചെയ്താലും ഇങ്ങനെ വന്ന ക്യാരക്ടർ ആയതുകൊണ്ട് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അങ്ങനത്തെ ആലോചനകളൊക്കെ ആയിരിക്കും കൂടുതൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ആലോചനയാണ് കൂടുതൽ നടക്കുന്നത്. ഈ നമുക്കവിടെ സെറ്റിൽ പോകുന്ന സമയത്ത് എങ്ങനെ അവിടെ സർവൈവ് ചെയ്യാം, മറ്റേ പേടിക്കാതെ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയാണ്. അത് നമ്മൾ ആദ്യം തരംഗത്തിന് പോകുന്ന സമയത്ത് ആലോചിക്കുന്ന പരിപാടിയാണ്. ടെൻഷനാണ് നമുക്കിടെ സെറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം 3 ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ ചില്ലായി. ഓക്കെ, ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല, അവർ ആർട്ടിസ്റ്റാണ്, സീനിയർ ആർട്ടിസ്റ്റാണ്. അങ്ങനെ
നമ്മൾ അതേപോലെ തന്നെ കണ്ടാൽ മതി. ഫസ്റ്റ് കണ്ട ഒരു മൊമെന്റ് അല്ലേ ഫസ്റ്റ്? അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വന്നിട്ടില്ല എൻ്റെ സീനിന്റെ റിഹേഴ്സലും പരിപാടി മമ്മൂക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സീൻ റിഹേഴ്സൽ ചെയ്തിട്ട് സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് വന്നിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അത് ചെയ്യാന്നുള്ളൊരു പരിപാടി. അപ്പോൾ റിഹേഴ്സലൊക്കെ ഞാൻ ചെയ്തിട്ട് ഓക്കെ കോൺഫിഡൻറ്റ്, പേടിയൊന്നുമില്ല മമ്മൂക്ക പേടിയൊന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ അസീസിക്ക നമ്മളോട് മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മമ്മൂക്കയുടെ കൂടെ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിന്റെ ആദ്യമായിട്ടാണല്ലേ? അതെ. അപ്പോൾ നോയിക്കോട്ടെ നമുക്ക് ഈ സെറ്റിൽ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാവും? ഇല്ല. ആദ്യം ഒരു മണം വരും. മണം ഇതുവരെ സെറ്റിൽ ഇല്ലാത്തൊരു മണം വരും. പിന്നെ സെറ്റ് മൊത്തം സൈലന്റ് ആവും. ഞാനതിങ്ങനെ പറയുമ്പോഴേ മണം വന്നു ഇയാൾ ഒരു യക്ഷിക്കഥ പറയുന്ന പോലെ എൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ ഇതുവരെ കൂട്ടിക്കെട്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾ സത്യം ലിറ്ററലി മണം ആൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് മണം അത്ര ഇത് അറിയില്ല. പെട്ടെന്ന് സെറ്റ് അങ്ങ് മൊത്തം സൈലന്റ് ആയി. ഇയാൾ വന്നു പറഞ്ഞിട്ട് ഓടി അപ്പോഴത്തേക്കും നമുക്ക് ദൂരത്ത് ഇങ്ങനെ വരുന്നു. എനിക്ക് പടപടാന്നടിക്കാൻ തുടങ്ങി. ഡയറക്ടർ ഞാൻ ഡയറക്ടറിനോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വരുന്ന സമയത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പരിചയപ്പെടുത്തണമെന്നൊക്കെ. അതെവിടെ അപ്പോൾ ഞാൻ വന്നപ്പോൾ നമുക്ക് പുള്ളിയാണ് വിനോദിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. നമുക്ക് ഷെയ്ക്കേണ്ട ആൾ. അപ്പോൾ ഞാൻ ഷെയ്ക്കേണ്ട എന്താ പേര്? സഭ. എവിടെന്നാ? പാലക്കാട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ പാലക്കാടൻ സ്ലാങ് അറിയാവോ? മറ്റേ എന്താ മിമിക്രിക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാതെ സ്വാഭാവികമായിട്ട് ചെയ്യാൻ. അപ്പം അല്ല ഞാൻ ജാനേമനിൽ ഡയറക്ടർ പറഞ്ഞു അല്ല പുള്ളി ജാനേമനിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാം. ജാനേമൻ ഞാനൊന്നും കണ്ടിട്ടില്ല. ജാനേമൻ കേരളത്തിലുള്ളവർ മൊത്തം ജാനേമൻ കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ കിടന്ന് അവിടെ ഒന്നും പേടിക്കുകയായിരുന്നു. പിന്നെ സീൻ വന്നിട്ട് സീനൊക്കെ ചെയ്യുന്ന സമയത്ത് റൈറ്റർ വരും, ഡയറക്ടർ വരും, മറ്റേവരൊക്കെ വന്നിട്ട് അതാ ഓക്കെ അല്ലേ ഇതൊക്കെ സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ പേടിയുണ്ട്. ഓക്കെ എന്നാ പേടി പുറത്ത് കാണിക്കരുത് സഭ, ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് ആറ്റിറ്റ്യൂഡിലായിരിക്കും സീൻ ചെയ്യുന്നുണ്ടാവുക. ഓരോ സഭ ഓക്കെ അല്ലേ? എന്റെ സാധനങ്ങളൊക്കെ വിസിബിൾ ആവുന്നുണ്ടോ? ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ പരാജയപ്പെടുവാണോ? അങ്ങനെ അതായിരുന്നു മൊമെന്റ് അല്ലേ? കറക്റ്റ് മറ്റേ ഹൗൾഡ് അറിവിനകത്തില് മഞ്ജു വാര്യർ പറയൂല്ലേ പ്രസിഡന്റിന്റെ റൂമിൽ ചെന്നപ്പോ ആ ഫീലായിരുന്നു അത്. അപ്പൊ എന്തായാലും ഇനി സംഭവമൊക്കെ എന്താണ് ചെയ്യാനായിട്ട് ഇനിയുള്ള വരാൻ പോകുന്ന സിനിമകള് അല്ലെങ്കിൽ ഇനിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാ? അടുത്ത മാസം 10-ാം തീയതി മാത്യു നായകനാകുന്ന മീനാക്ഷി, റോഷൻ, നൗഫൽ അബ്ദുള്ള ഡയറക്ട് ചെയ്യുന്ന പടം നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. അതാണ് ഇനിയുള്ള വിശേഷം. എന്ത് ക്യാരക്ടർ എന്തുവാ അതിനകത്ത്? നാട്ടുംപുറം, പാലക്കാട്, കോഴി പോകുന്നു, അത് അങ്ങനത്തെ ഒരു നാട്ടും. അത് ഏതാ കൃത്യമായിട്ടുള്ള നാട്? നെല്ലിക്കാമ്പൊയിൽ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതൊരു ഇമാജിനറി ആയിരിക്കണം, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഒരു ബോർഡറാണ്. അപ്പൊ രണ്ടിന്റെയും കൾച്ചറൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. ക്യാരക്ടറിന്റെ പേര് രാജേഷ് സ്വന്തമായിട്ടൊരു ഓട്ടയും പരിപാടികളൊക്കെ ഉണ്ട്. മാത്യുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ കൂടി മാത്യു ഒക്കെ എന്നെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നു. പ്രായം കൊണ്ട് അങ്ങനെയല്ല വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. എനിക്കത് കംഫർട്ടബിൾ അല്ല. ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് പണിയെടുത്തു. അത്ര അതിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് ഏട്ടാന്ന് വിളിക്കേണ്ട ഒരു മനസ്സിലായി.
ഓക്കെ, അതാണ് ഇപ്പൊ ഇനി വരാനുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോ ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, ഇപ്പം റിലീസിനായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു സിനിമ. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പറയാ, ഒരു ഫൺ റൈഡ് ആയിരുന്നു ഇതുവരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഇങ്ങനെ 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 പോയി ഇങ്ങനെ വന്ന് ചിരിച്ചു മേലെ പോവും, പിന്നത്തെ കുറച്ച് സീരീസ് അറിയും, അങ്ങനെ ഇങ്ങനെ. എന്തായാലും അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെ ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. സ്ഥിരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വാചാലനാകുന്ന കുറച്ച് മൊമെന്റുകൾ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് എന്താ പറയാ, ലോക പോലെ എന്താ പറയാ അതുപോലത്തെ നല്ല നല്ല വേഷങ്ങള്, എന്താ പറയാ ആളുകള് ഒത്തിരി നാള് ഓർത്തിരിക്കാൻ പറ്റുന്ന പോലെ ഉള്ള നല്ല നല്ല വേഷങ്ങൾ ഇനി ഒരുപാട് ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ. അടിപൊളിയായിട്ടുള്ളൊരു മുന്നോട്ടുള്ള നല്ല കുറെ സിനിമകളൊക്കെ ആയിട്ട്, കൈ നിറയെ സിനിമകളായിട്ട് ഇതുപോലെ തന്നെ എനിക്ക് വീണ്ടും ഇന്റർവ്യൂ തരാനായിട്ട് പറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ട്. അന്ന് കറക്റ്റ് സമയത്തിന് വരണം. ഓക്കെ, ബൈ. അപ്പൊ എനിക്ക് എന്തായാലും കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോവാണ്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ചേട്ടാ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.